17,000-ൽ പരം വേക്കൻസീസുമായിട്ട് SSC CGL 2024 നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഡോട്ട്സ് അക്കാഡമിയിലെ ഈ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ മേജർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് മെയിൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. എന്താണ് പറയുന്നത്? ഒന്ന്, ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 24 ജൂലൈ ആണ്. 24 ജൂലൈ ആകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്യണം ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കണം, ഇപ്പോഴേ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അതേപോലെ തന്നെ വെബ്സൈറ്റ്, അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ssc.gov.in, ആ വെബ്സൈറ്റ് മറക്കരുത് കേട്ടോ, പുതിയ വെബ്സൈറ്റാണ്. ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അവിടെ തന്നെ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് സെയിം 24/7 11 മണി, രാത്രി 11 മണിയാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 25 ജൂലൈ ആണ്. ആൻഡ് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഓഫ് Tier 1, Tier 1ൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ നോക്കുക, സെപ്റ്റംബർ ഒക്ടോബർ ആണ്. അതായത് സെപ്റ്റംബറിലോ ഒക്ടോബറിലായിട്ട് നമുക്ക് 2024 ഈ ഒരു 2 മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. ഇനി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ റിവൈസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുക. ആൻഡ് ദെൻ Tier 2, അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് Tier 2 വരുന്നത് ഡിസംബർ 2024 ആകുമ്പോഴേക്കും, അതായത് ഈ വർഷം തന്നെ ഈ ഒരു പ്രോസസ്സ് SSC CGL 2024ൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഈ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് എക്സാം ഏത് പോസ്റ്റുകളിലേക്കാണ് ഫില്ലപ്പ് ചെയ്യുന്നത്? ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് ഫില്ലപ്പ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കുക. 17,000-ലധികം വേക്കൻസീസ് ആണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. അതൊരു നല്ല വേക്കൻസി തന്നെയാണ്. മോർ ദാൻ 17,000 വേക്കൻസീസ് ആണ് പറയുന്നത്. ഇനി നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാലോ, ഏതൊക്കെയാണ് അവർ പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ മിനിസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓർഗനൈസേഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പിന്നെ അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതേപോലെ ട്രിബ്യൂണൽസ്, ഇതിലേക്കൊക്കെയാണ് ഈ പറയുന്ന SSC CGL വഴി അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. നമുക്കൊന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് പെട്ടെന്ന് എളുപ്പത്തിലൊന്ന് നോക്കി പോവാം. ഇവിടെ നോക്കുക, പേ ലെവൽ 44,900 to 1,42,400 പേ ലെവല് നല്ലൊരു പേ സ്കെയിലാണ്. അപ്പം ആ പേ സ്കെയിലിൽ വരുന്ന ഗ്രൂപ്പ് ബി പോസ്റ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ, അതേപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ, മിനിസ്ട്രി ഓഫ് റെയിൽവേയിൽ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ, AFHQ ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, എല്ലാം അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വരുന്നത്. സോ ഇതിൻ്റെ എല്ലാം ഏജ് ലിമിറ്റ് നോക്കുക, 30 വയസ്സ് വരെയാണ്. ചിലത് 18 മുതൽ 30 വയസ്സ് വരെയാണെങ്കിൽ ചിലത് 20 മുതൽ 30 വയസ്സ് വരെയാണ്. എന്നാലും ഏജ് ലിമിറ്റ് 30 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്തത് ഇതേപോലെ തന്നെ CGL പോസ്റ്റിൽ ഫില്ലപ്പ് ചെയ്യുന്നത് ഇതാണ്, ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് CBDTയിൽ, അത് ഗ്രൂപ്പ് സി പോസ്റ്റാണ്, 30 വയസ്സ് വരെയാണ് പറ്റുന്നത്. അതേപോലെ തന്നെ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ വരുന്നുണ്ട്, സെൻട്രൽ എക്സൈസിൽ വരുന്നുണ്ട്, ഇൻസ്പെക്ടർ എക്സാമിനർ വരുന്നുണ്ട്. ഇതെല്ലാം ഇൻഡയറക്റ്റ് ടാക്സിൽ, അതായത് CBICയിലാണ് വരുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, EDയിൽ അസിസ്റ്റൻറ്റ്, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, അത് ഗ്രൂപ്പ് ബി ആണ്, 30 വയസ്സ് വരെയാണ് പറ്റുന്നത്. ദെൻ CBIയിൽ സബ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ദെൻ CBN സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് വരുന്നുണ്ട്, ഗ്രൂപ്പ് ബി, 18 മുതൽ 30 വയസ്സ് വരെയാണ് വരുന്നത്. സോ ഈ വരുന്ന കാറ്റഗറി, ഈ പറഞ്ഞിരിക്കുന്ന 15 പോസ്റ്റുകളിലേക്ക് 30 വയസ്സ് വരെയാണ് നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി പേ ലെവൽ 35,400 to 1,12,400, ആ പേ ലെവൽ 6ൽ വരുന്നതാണെങ്കിലും ചില ഗ്രൂപ്പ് ബി പോസ്റ്റുകളുണ്ട്, വീണ്ടും 30 വയസ്സ് വരെയാണ് പറ്റുന്നത്. സോ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, അതർ മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സും ഓർഗനൈസേഷൻസും ഏതാണെന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് CBIC, റിസർച്ച് അസിസ്റ്റൻറ്റ് NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ, അതേപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് C&AG, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, അതേപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, JSO വേറൊരു പോസ്റ്റായിട്ടാണ് വരുന്നത്. അത് 32 വയസ്സ് വരെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. JSO എന്ന് പറയുന്നത് നമുക്ക് 32 ഇയേഴ്സ് വരെയാണ് പറ്റുന്നത്. സോ ഇത് ശ്രദ്ധിക്കുക, JSO 32 ഇയേഴ്സ് വരെ. ബാക്കി എല്ലാ പോസ്റ്റും എത്ര വരെയാണ് പറഞ്ഞിരിക്കുന്നത്? 30 ഇയേഴ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ ഇതേ പേ ലെവൽ 5ൽ വരുന്നതാണ്, അത് ഗ്രൂപ്പ് സി പോസ്റ്റാണ്, പേ ലെവൽ 5ൽ വരുന്നത്. സോ എന്താണ്, പേ ലെവൽ 5ലാണ് നമ്മൾ ഓഡിറ്റർ പോസ്റ്റും അക്കൗണ്ടൻറ്റ് പോസ്റ്റും വരുന്നത്. സോ C&AGയിൽ വരുന്നുണ്ട്, അതേപോലെ CGDAയിൽ വരുന്നുണ്ട്, അതർ മിനിസ്ട്രിയിൽ വരുന്നുണ്ട്, സോ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിൽ വരുന്നുണ്ട്. സോ ഇതെല്ലാം ഓഡിറ്റർ പോസ്റ്റാണ്. ആൻഡ് ദീസ് ആർ ഓൾ ഗ്രൂപ്പ് സി പോസ്റ്റാണ്. ഇതൊക്കെ ശ്രദ്ധിക്കുക, 27 വയസ്സ് വരെ മാത്രമേ ഇത് പറ്റുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ 27 ഇയേഴ്സ് ആണ്, 27 ഇയേഴ്സ് വരെയുള്ള ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ എല്ലാ പോസ്റ്റുകളും നമുക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ പോസ്റ്റുകളിലേക്കും പരിഗണിക്കും എന്നുള്ളതാണ്
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 27 വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊന്നും തന്നെ പരിഗണിക്കാതിരിക്കും. ഈ പറയുന്ന പോസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, പേ ലെവൽ 4 ആണെങ്കിൽ വരുന്നത് പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ UDC, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, ടാക്സ് അസിസ്റ്റൻറ്റ്, അതേപോലെ സബ് ഇൻസ്പെക്ടർ, CBNലെ സബ് ഇൻസ്പെക്ടർ, ഇതൊക്കെ വരുന്നത് പേ ലെവൽ 4 ആണ്. ഗ്രൂപ്പ് C പോസ്റ്റാണ്, വീണ്ടും 27 ഇയേഴ്സ് വരെയാണ്. സോ ഈ 34 പോസ്റ്റുകളും 27 വയസ്സ് കുറഞ്ഞ ഒരാൾക്കാണ്, 27 വയസ്സ് വരെയുള്ള ഒരാൾക്കാണ് ഈ 34 പോസ്റ്റും എഴുതാൻ പറ്റുന്നത്. 27 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോസ്റ്റുകളുടെ എണ്ണം കുറയുകയാണ്. കാരണം 30 വയസ്സ് വരെയുള്ള ഇത്ര വരെയുള്ള പോസ്റ്റ് 22 പോസ്റ്റ് ആണ് പിന്നെ നമുക്ക് വരുന്നത്, 22 പോസ്റ്റാണ് പിന്നെ നമുക്ക് വരുന്നത്. വേക്കൻസീസ് ശ്രദ്ധിക്കുക. എത്രയാണ് വേക്കൻസി വന്നിരിക്കുന്നത്? 17,727. നമുക്കൊരു 17,000-ലധികം വേക്കൻസി ഉണ്ട് നമ്മളെ മനസ്സിൽ ഉണ്ടായാൽ മതി. സോ അതിനനുസരിച്ച് തന്നെ കോമ്പറ്റീഷനും കൂടും, അതുപോലെ തന്നെ കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വേക്കൻസീസിൽ അപ്ഡേഷൻസ് ഉണ്ടാകും ഇൻ ഡ്യൂ കോഴ്സ്. അപ്ഡേറ്റഡ് വേക്കൻസീസ് പ്രത്യേകിച്ച് കാറ്റഗറി വൈസും ഓരോ പോസ്റ്റിനും എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. അപ്പം അത് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം ssc.gov.in. അപ്പം അതിനനുസരിച്ച് നമ്മളെ പോസ്റ്റ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ ssc.gov.in വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു ചോദ്യമാണ് നമ്മളെ സ്റ്റേറ്റിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത്. കാൻഡിഡേറ്റ്സ് മേ നോട്ട് ദറ്റ് സ്റ്റേറ്റ് വൈസും സോൺ വൈസും വേക്കൻസീസും കമ്മീഷൻ കളക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റിൽ എത്ര വേക്കൻസി ഉണ്ടാകും, ഒരു സോണിൽ എത്ര വേക്കൻസി ഉണ്ടാകും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയാവുന്നത് എന്താണ്, പോസ്റ്റ് വൈസ് എത്ര വേക്കൻസി ഉണ്ട്, കാറ്റഗറി വൈസ് എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് വഴിയെ നമ്മൾ അറിയുന്നുള്ളത് മാത്രമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, വേക്കൻസി ഫോർ ESM എന്ന് പറയുന്നത് എന്താണ്? എക്സ് സർവീസ് മെൻ ആണ്. സോ എക്സ് സർവീസ് മെന്നിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. എക്സ് സർവീസ് മെൻ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ, എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അവർക്ക് റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് C പോസ്റ്റുകൾ മാത്രമാണ്. സോ ഇതിനകത്ത് കിടക്കുന്ന ഗ്രൂപ്പ് C പോസ്റ്റുകൾ മാത്രമാണ് എക്സ് സർവീസ് മെന്നിന് ആ ഒരു കാറ്റഗറി വെച്ചിട്ട് എഴുതാൻ പറ്റുന്നത്. ഇനി നമുക്കുള്ള ഏറ്റവും വലിയ സംശയമാണ് ഏജ് ലിമിറ്റ് ഏത് ഡേറ്റിലാണ് കണക്കാക്കുന്നത് എന്നുള്ളത്. ഏജ് ലിമിറ്റ് ഏത് ഡേറ്റിലാണ് കണക്കാക്കുന്നത്? ഓഗസ്റ്റ് 1, 2024. ഓഗസ്റ്റ് 1, 2024 നമ്മൾ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. എന്നിട്ടും നമുക്ക് കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 18 to 27 ഇയേഴ്സ് വരുന്ന പോസ്റ്റ് ആണെങ്കിൽ എവിടെയാണ് ബോൺ ബിറ്റ്വീൻ 2 ഓഗസ്റ്റ് 1997 അതേപോലെ തന്നെ 1 ഓഗസ്റ്റ് 2006, അതായത് 1987-ൻ്റെയും 2006-ൻ്റെ ഇടയിലായിട്ട് ജനിച്ച ഒരാളായിരിക്കണം. അതിൽ ഡേറ്റും പറഞ്ഞിട്ടുണ്ട് 2 ഓഗസ്റ്റും 1 ഓഗസ്റ്റും. സോ 18 to 27 ഇയേഴ്സ് അത് ശ്രദ്ധിക്കുക. 20 to 30 ഇയേഴ്സ് വരുന്ന പോസ്റ്റ് ആണെങ്കിൽ 1994 ആൻഡ് 2004-ൻ്റെതാണ്, വീണ്ടും ഓഗസ്റ്റ് ആണെന്ന് ഓർക്കുക. 18 to 30 ഇയേഴ്സ് ആണെങ്കിൽ 94 ആൻഡ് 2006, 94 ആൻഡ് 2006 വീണ്ടും ഓഗസ്റ്റ്. 18 to 32 ഇയേഴ്സ് വരുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞു അത് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറാണ്, 32 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റുന്നത്. സോ അതെന്ന് പറയുന്നത് ബിറ്റ്വീൻ 92 ആൻഡ് 2006 ആണ് വരുന്നത്. ആ ഒരു ഏജ് ലിമിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു 5.1 ഓക്കെ PDF-ൽ നിങ്ങളുടെ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ 5.1 ശ്രദ്ധിക്കുക. ഈ ഒരു ഏജ് ലിമിറ്റിനകത്ത് വരുന്നതാണെങ്കിൽ എന്തായാലും നമുക്ക് SSC CGL എഴുതാൻ പറ്റുന്നതാണ്. ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ആസ് യൂഷ്വൽ ആണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 5 ഇയേഴ്സ് ആണ് വരുന്നത്. OBC ആണെങ്കിൽ 3 ഇയേഴ്സും ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആണ് എങ്കിൽ PWBD ആണെങ്കിൽ 10 ഇയേഴ്സും. അതിൽ തന്നെ OBCയും SC/ST ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യത്യാസവും വരുന്നുണ്ട്. എക്സ് സർവീസ് മെന്നിനും പറയുന്നത്, ഡിഫൻസ് പേഴ്സണൽ, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതും ഇവിടെ ഈ പറയുന്ന റിലാക്സേഷൻ അപ്പർ ഏജ് ലിമിറ്റിലുണ്ടോ 5.2-ൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം യൂഷ്വലി നമ്മൾ സാധാരണ ഒരു നോട്ടിഫിക്കേഷനിൽ കാണുന്ന അതേ കാര്യമാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഏതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടത് ഏതാണ്, മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി സർട്ടിഫിക്കറ്റിൽ എന്താണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത് അതേ ഡേറ്റ് ഓഫ് ബർത്ത് വേണം കൊടുക്കാനായിട്ട്. ഏതെങ്കിലും രീതിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വിൻഡോ ഫോർ കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോ ഫോർ കറക്ഷൻ ഉണ്ട്. ആ സമയത്ത് ചെന്ന് നോക്കി കറക്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. സോ വിൻഡോ ഫോർ കറക്ഷൻ ഉള്ള സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് അത് കറക്റ്റ് ചെയ്യുക. പരമാവധി ആപ്ലിക്കേഷൻ ഫോം കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. സപ്പോസ് അറിയാതെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എങ്കിൽ
അത് കറക്റ്റ് ചെയ്യേണ്ട സമയം നമ്മൾ വിൻഡോ ഫോർ കറക്ഷൻ്റെ ടൈമിലാണ്. അടുത്ത കാര്യം ഇവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കാറ്റഗറിയിലാണ് എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ പറയുന്ന സമയത്ത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ടതാണ്. അഥവാ ആ സമയത്ത് നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവരിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇഫ് ഹി ഓർ ഷീ ഈസ് അൺഎബിൾ ടു പ്രൊഡ്യൂസ് എ വാലിഡ് OBC സർട്ടിഫിക്കറ്റ്, എക്സാമ്പിൾ പറഞ്ഞതാണ് OBC സർട്ടിഫിക്കറ്റിൻ്റെ, ഇൻ സച്ച് എ സിനാരിയോ കാൻഡിഡേച്ചർ ഓഫ് എക്സ് വിൽ ബി ക്യാൻസൽഡ്. അപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അത് നോക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ആ പറയുന്ന കാൻഡിഡേച്ചർ ക്യാൻസൽ ആക്കിയിരിക്കും. സോ അതുകൊണ്ട് ഇന്ന കാറ്റഗറിയാണ് ക്ലെയിം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസർവേഷൻ വേണം, അതിൻ്റെ ബെനിഫിറ്റ്സ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചിരിക്കണം, നിർബന്ധമാണ്. കാരണം അത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റിലെ ഡേറ്റ് ആണ്. അതായത് ഏത് ഡേറ്റിലെ ഡോക്യുമെൻ്റ് ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട് ക്രൂഷ്യൽ ഡേറ്റ്, ആ ക്ലെയിം ഓഫ് SC ST OBC EWS അല്ലെങ്കിൽ PWBD സ്റ്റേറ്റസ് എന്ന് പറയുന്ന ഒരു ക്ലെയിം നമുക്കുണ്ടെങ്കിൽ ആ ക്ലെയിമിലുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദി ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ദി റെസീപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ദാറ്റ് ഇസ് 24 ജൂലൈ. അതായത് 24 ജൂലൈക്ക് മുമ്പായിട്ടുള്ളത് അല്ലെങ്കിൽ ആ സമയത്തുള്ളതോ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കാറ്റഗറിയിൽ പെട്ടതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സേഷൻ അനുവദിക്കണം അല്ലെങ്കിൽ റിലാക്സേഷന് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. ഈ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതല്ല വേണ്ടത്, ഈ ഡേറ്റിനകത്തുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് അല്ലെങ്കിൽ ആ ഡേറ്റ് വരെ വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് നമ്മുടെ കൈവശം വേണ്ടുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്? ഡിസംബർ കഴിഞ്ഞ് Tier 2 കഴിഞ്ഞ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്താണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എടുത്ത ഈ സർട്ടിഫിക്കറ്റ് നമുക്കറിയേണ്ടത് ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാമല്ലോ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. അതുകൊണ്ട് എന്തായാലും ഗ്രാജുവേഷൻ നിർബന്ധമാണ്. സോ ഓൾ അതർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില പോസ്റ്റിൽ ചില വ്യത്യാസമുണ്ട്. സോ ഓൾ അതർ പോസ്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈക്വലൻ്റ് ആണ് പറയുന്നത്. ഇതിൽ എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് എത്രയായാലും കുഴപ്പമില്ല, ഡിഗ്രി ഒന്ന് പാസ്സായാൽ മാത്രം മതി. ആൻഡ് ദ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദിയർ ഫൈനൽ എക്സാം ഓഫ് ദിയർ graduation can also apply. However, they must possess essential qualification on or before the cut-off date, that is August 1. അതായത് August 1 മുമ്പായിട്ട് നമ്മൾ ഈ എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. ഈ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അതായത് ഡിഗ്രി നമുക്ക് കിട്ടിയിരിക്കണം. സർട്ടിഫിക്കറ്റ് കിട്ടാമെന്നല്ല, ഡിഗ്രി എന്ന് പറയുന്ന ആ പരീക്ഷ നമ്മൾ പാസ്സായിരിക്കണം. എപ്പോഴാണ്? August 1 ആകുമ്പോഴേക്കും നമുക്ക് റിസൾട്ട് വരും എങ്കിൽ നമുക്ക് ഫൈനൽ ഇയറിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ റിസൾട്ട് വരണം എന്നല്ല, August 1 റിസൾട്ട് വന്നിരിക്കണം എന്നുള്ളതാണ് ആകെയുള്ള നിർബന്ധം. സോ വെറുതെ ഒരു ഡിഗ്രി മാത്രം മതി, പെർസെൻറ്റേജോ മാർക്സോ ഒന്നും തന്നെ ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ചില പോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസർച്ച് അസിസ്റ്റൻ്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ പറയുന്നത്? എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ, എക്സ്ട്രാ ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു 1 year എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി അതുമല്ലെങ്കിൽ എന്താ പറയുന്നത്? ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇത് ഡിസൈറബിൾ ആണ്. ഡിസൈറബിളും എസെൻഷ്യലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലത് എന്ന് പറയുന്നതാണ്. എസെൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? നിർബന്ധമായിട്ട് നമുക്കൊരു ഡിഗ്രി വേണം. അപ്പോൾ ഈ പോസ്റ്റുകൾക്ക് നമുക്ക് എഴുതാം, പക്ഷേ ഈ പോസ്റ്റ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെയായിരിക്കും പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അതേപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ 32 വയസ്സ് വരെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ശ്രദ്ധിക്കുക, 32 years. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് പറയുന്നതെങ്കിലും പറയുന്നുണ്ട് 60% ഇൻ മാത്തമാറ്റിക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡ്. അതായത് 12th സ്റ്റാൻഡേർഡിൽ 60% മാർക്സ് മാത്തമാറ്റിക്സിൽ നേടിയിരിക്കണം. അത് 60% കൂടുതലോ മാർക്സ് നമുക്ക് 12th സ്റ്റാൻഡേർഡിൽ മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം. ഇനി അതുമല്ല എങ്കിൽ ഡിഗ്രിയാണ് പഠിച്ചത്, ഡിഗ്രി പഠിച്ച സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായിരിക്കണം. സോ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ് അറ്റ് ഡിഗ്രി ലെവൽ. സോ ബേസിക്കലി ഏതെങ്കിലുമൊക്കെ ഡിഗ്രി മതി, പക്ഷേ ആ ഡിഗ്രിക്ക് എന്തുണ്ടായിരിക്കണം? ഒരു സബ്ജക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കണം. ഇനി അത് അല്ല, ഡിഗ്രി വേറെ എന്തെങ്കിലുമാണ് എടുത്തത്, പക്ഷേ 12th സ്റ്റാൻഡേർഡിൽ മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ മാത്സിൻ്റെ മാർക്സ് നോക്കുക, 60% അബവ് ആണെങ്കിൽ നമുക്ക് JSO എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, ആ പോസ്റ്റിലേക്കുള്ള എക്സാമും കൂടി നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റും ശ്രദ്ധിക്കുക. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദി സബ്ജക്ട്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ
ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ഇൻ ഓൾ ദ 3 years ഓർ ഓൾ ദ 6 semesters ഓഫ് ദി ഗ്രാജുവേഷൻ കോഴ്സ്. ഇവിടെ കുറച്ചും കൂടി സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഡിഗ്രിക്ക് ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കണം. അത് ഓൾ സെമസ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. സെമസ്റ്റർ ആണെങ്കിൽ, ഇയർ സിസ്റ്റം ആണെങ്കിൽ ആ പറയുന്ന 3 വർഷവും നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ പഠിച്ചിരിക്കണം എന്ന് നിർബന്ധം പറയുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2-ൽ 12th സ്റ്റാൻഡേർഡ്, അതായത് +2-ൽ മാത്തമാറ്റിക്സ് വേണം എന്ന് പറഞ്ഞിട്ടില്ല. +2-ൽ മാത്തമാറ്റിക്സ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? JSOയിൽ. അപ്പം ഈ കിടക്കുന്ന മുഴുവൻ പോസ്റ്റുകളുടെയും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്തായാലും ഡിഗ്രിയാണ്. JSOയ്ക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2-നും മാത്രം മാത്സിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക. NHRCയിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിലും എന്താ പറയുന്നത്, ഡിസൈറബിൾ ക്വാളിഫിക്കേഷനിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ബാക്കി എല്ലാ പോസ്റ്റും ഈ കിടക്കുന്ന ബാക്കി നമുക്ക് 34 പോസ്റ്റാണ് കണ്ടത്. സോ 34 പോസ്റ്റിൽ 3 പോസ്റ്റുകൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ എക്സ്ട്രാ വരുന്നത്. ബാക്കി വരുന്ന മുഴുവൻ പോസ്റ്റും നമുക്ക് വെറും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് മോഡിൽ ഡിഗ്രി എടുത്തവരാണെങ്കിൽ UGC അപ്രൂവ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അപ്രൂവ് ചെയ്തതാണ് നമ്മളെ ആ കോഴ്സ് നമ്മൾ പഠിച്ച് ഇരുന്ന ആ കാലത്ത് അത് അപ്രൂവ് ചെയ്തതാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് എഴുതാം. ഇനി ആ സമയത്ത് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് അത് അപ്രൂവ്ഡ് അല്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്രൂവ്ഡ് ആയെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം അത് അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനും എഴുതാനുമായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഹൗ ടു അപ്ലൈ ആണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ssc.gov.in എന്ന് പറയുന്ന പുതിയ വെബ്സൈറ്റിൽ, nic.in അല്ല, gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. 1 ടൈം രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിൽ OTR ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷൻ. OTR ചെയ്തവരാണെങ്കിൽ പിന്നെ നേരെ പ്രൊസീഡ് ചെയ്താൽ മതി ഫോട്ടോഗ്രാഫിലേക്ക്. അപ്പം OTR ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് ഫോട്ടോഗ്രാഫ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലൈവ് ഫോട്ടോഗ്രാഫാണ്. നമുക്കൊരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിൻ്റെ ആവശ്യം വരുന്നില്ല, ലൈവ് ഫോട്ടോഗ്രാഫാണ്. അപ്പം ലൈവ് ഫോട്ടോഗ്രാഫ് നമ്മളെ മൊബൈൽ ക്യാമറയുടെ മുമ്പിൽ ചെന്ന് അങ്ങ് ഇരുന്നാൽ മതി. ആൻഡ് ദെൻ ആപ്ലിക്കേഷൻ മോഡ്യൂൾ പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ലൈറ്റിംഗ് ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫ് വേണം എടുക്കാൻ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഫൈൻഡ് എ പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റിംഗ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. ലൈറ്റിംഗ്, നമ്മുടെ മുഖത്തേക്ക് ലൈറ്റിംഗ് വരണം, നമ്മുടെ മുഖം ക്ലിയർ ആയിരിക്കണം. ആൻഡ് ക്യാമറ ഐ ലെവലിലായിരിക്കണം. ആൻഡ് ദെൻ പൊസിഷൻ യുവർ സെൽഫ് ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ ആൻഡ് ലുക്ക് സ്ട്രെയിറ്റ്. അതും ശ്രദ്ധിക്കണം. ഈ പറയുന്ന ഫോട്ടോ കറക്റ്റ് അല്ല എങ്കിൽ പലപ്പോഴും ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിൽ ഫോട്ടോ കറക്റ്റ് ആണോ എന്നുള്ളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആപ്ലിക്കേഷനിൽ ഡയമെൻഷൻ കറക്റ്റ് ആണ്, ഫോട്ടോ ഏകദേശം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരത് ഓക്കെ, ആപ്ലിക്കേഷൻ ഫോം ഓക്കെ ആക്കും. പക്ഷേ നമ്മൾ എക്സാമിന് ഒരു 2 ആഴ്ച ഒരു 3 ആഴ്ച മുമ്പായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്തു, കാരണം നമ്മുടെ ഫേസ് ക്ലിയർ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ആയിരുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ എൻഷുർ ദാറ്റ് യുവർ ഫേസ് ഇസ് ഫുള്ളി ഇൻസൈഡ് ദ റെഡ് റെക്റ്റാങ്കുലർ ഏരിയ. സോ റെഡ് റെക്റ്റാങ്കുലർ ഏരിയ കാണിക്കുന്നുണ്ട്, അതിനകത്ത് ഫേസ് ഉണ്ടായിരിക്കണം. ആൻഡ് ഡിലിനേറ്റഡ് ബൈ ദ ക്യാമറ ആൻഡ് ഇറ്റ് ഈസ് നീദർ ടു ക്ലോസ് നോർ ടു ഫാർ. ഒരുപാട് ക്ലോസ് ആവാനും പാടില്ല, ഒരുപാട് ദൂരെ ആവാനും പാടില്ല. ആ പാർട്ട് മുഴുവനായിട്ട് നമുക്ക് കിട്ടണം. അടുത്ത കാര്യം ശ്രദ്ധിക്കുക, ദ കാൻഡിഡേറ്റ് ഷുഡിൻ വെയർ എ ക്യാപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്പ് ഇട്ടാലും ഗോഗിൾസ് ഇട്ടാലും നമ്മൾ ക്യാമറ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ഓക്കെ എന്നൊക്കെ പറയും. ഒരു 3 ആഴ്ച, എക്സാമിൻ്റെ 3 ആഴ്ച മുമ്പായിരിക്കും നമ്മൾ ഈ സംഭവം അറിയുന്നത്. സോ യു സീ ദാറ്റ് യു ഡോണ്ട് വെയർ എ ക്യാപ്പ് ഇടാൻ പാടില്ല. അതേപോലെ തന്നെ മാസ്ക് ഉണ്ടാവാൻ പാടില്ല. ഗ്ലാസ്സസ്, ഈവൻ സ്ഥിരമായി സ്പെക്സ് വെയർ ചെയ്യുന്നവരും ശ്രദ്ധിക്കാൻ, നമ്മൾ ചിലപ്പോൾ സ്പെക്സ് ഊരാൻ മറന്നു പോകും. അപ്പോൾ ഗ്ലാസ്സസ് അല്ലെങ്കിൽ സ്പെക്ടക്കിൾസോ ഉപയോഗിക്കാൻ പാടില്ല ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലൈവായിട്ട് നമ്മൾ തന്നെ ഫോട്ടോ ആണ് എടുക്കേണ്ടത്. ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇൻ കേസ് ഷുഡ് ദ കാൻഡിഡേറ്റ് ക്യാപ്ചർ ദി ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹിസ് ഓർ ഹെർ പ്രീ എക്സിസ്റ്റിംഗ് ഫോട്ടോഗ്രാഫ്. അതായത് നമുക്ക് ഓൾറെഡി നമ്മളെ കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അതാണ് കൊടുക്കാൻ പോകുന്നതെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും, ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നമ്മൾ മുതിരേണ്ട, നേരിട്ട് ലൈവായിട്ട് തന്നെ നമ്മളെ സ്വന്തം ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത കാര്യം സിഗ്നേച്ചറാണ്. സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തത് ബ്ലേർഡാന്ന് പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്ത ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, സിഗ്നേച്ചർ ക്ലിയർ ആണോ എന്ന് ശ്രദ്ധിക്കണം. ഡയമെൻഷൻസ് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്താണ് 10 to 20 KB ആണ്.
അതേപോലെ തന്നെ വിഡ്ത്തും ഹൈറ്റും പറഞ്ഞിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ ആൻഡ് 2 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് തമാശയല്ല കേട്ടോ, ഇത് ഇവർ സ്ഥിരമായി ചെയ്യുന്നതാണ്. ഇൻഅപ്രോപ്രിയേറ്റ് ഫോട്ടോഗ്രാഫാണ്, അല്ലെങ്കിൽ ബ്ലേഡ് അല്ലെങ്കിൽ മിനിയേച്ചർ സിഗ്നേച്ചർ ആണ്. ഈ പറയുന്ന റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്തായാലും ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്യുക. സോ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അഫയർ ആണ്. സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ നമ്മൾ കാണണം. നമ്മളെല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്, നമ്മളെല്ലാം എഴുതിയത് കറക്റ്റാണ് എന്നുള്ള നല്ല കോൺഫിഡൻസ് നമുക്കുണ്ട്. എന്നാലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട്, സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് പ്രിവ്യൂ അല്ലെങ്കിൽ പ്രിൻ്റ് ഓപ്ഷൻ നോക്കുക. എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ശരിയാണോ എന്നുള്ളത് ഒന്നുകൂടി നോക്കുക. ഈ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോൺഫിഡൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നോക്കാതെ അങ്ങ് കൊടുത്തു പോകും. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം റിജക്റ്റ് ചെയ്യാനായിട്ട്. സോ ചെക്ക് ചെയ്യുക, കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് ഫില്ലപ്പ് ചെയ്തത്, ഫോട്ടോഗ്രാഫ് ചെക്ക് ചെയ്യുക, അതേപോലെ തന്നെ സിഗ്നേച്ചറും ചെക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം അറിയാലോ, 100 രൂപയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സിനും കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, PWBD, എക്സ് സർവീസ് മെൻ ഇവർക്കൊന്നും തന്നെ ഇല്ല, ഫീസ് ഇല്ല, ഫ്രീ. ഓക്കെ, സോ അല്ലാത്ത കാൻഡിഡേറ്റ്സിന് മാത്രം, അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് എന്തായാലും 100 റുപ്പീസ് പേ ചെയ്യണം എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് പേ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ, അതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഇനി വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ആണ്. ഇതാണ് 10/8, അതായത് 10 ഓഗസ്റ്റ് മുതൽ 11 ഓഗസ്റ്റ് വരെയാണ് നമ്മളെ സമയം എന്ന് പറയുന്നത്. ഈ സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം മറക്കാതിരിക്കുക. കാരണം ഇതൊന്ന് കറക്റ്റ് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. 11-ാം തീയതി രാത്രി 11 മണിയാകുമ്പോൾ സംഗതി ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കറക്ഷൻ ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആ കറക്ഷൻ നടത്തിയിരിക്കണം. പിന്നെ KKR റീജിയണിലെ നമ്മളെ സെൻറ്റേഴ്സ് ഏതാണെന്ന് നോക്കാം. നമുക്ക് കേരളം മാത്രം നോക്കിയാൽ മതിയല്ലോ അല്ലേ. എറണാകുളം ആൻഡ് ദെൻ കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, ഇത്രയുമാണ് നമ്മളെ സെൻറ്റേഴ്സ് വരുന്നത്, എക്സാം സെൻറ്റേഴ്സ്. അപ്പം ശ്രദ്ധിക്കുക, എല്ലാ ജില്ലകളിലൊന്നും നമുക്ക് എക്സാം സെൻറ്റേഴ്സ് ഇല്ല. അപ്പം ഈ കാര്യം കൂടി ഒന്ന് നോക്കിയിട്ട് വേണം, നിങ്ങൾക്ക് വളരെ അടുത്തുള്ള സെൻറ്റർ വേണം വെക്കാനായിട്ട്. ഒരു കാൻഡിഡേറ്റിന് 3 സെൻറ്റേഴ്സ് വരെയാണ് വെക്കാൻ പറ്റുന്നത്, അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സെയിം റീജിയണിൽ കേട്ടോ, ഓപ്ഷൻ ഫോർ 3 സെൻറ്റേഴ്സ് ഇൻ ദ സെയിം റീജിയൻ. സോ ഒരേ റീജിയണിൽ 3 സെൻറ്റേഴ്സ് വരെയാണ് വെക്കാൻ പറ്റുന്നത്. ആൻഡ് നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് സെൻറ്റർ. അതുകൊണ്ട് സെൻറ്റർ വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കുക, നമുക്ക് സെൻറ്റർ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സൂക്ഷിച്ച് ആ ഒരു സമയത്ത്, ആ എക്സാം സമയത്ത് നമ്മൾ എവിടെയായിരിക്കും അതിനനുസരിച്ച് വേണം നമ്മൾ സെൻറ്റർ തീരുമാനിക്കാനായിട്ട്. ഇനി നമുക്ക് സ്കീം ഓഫ് എക്സാമിലേക്ക് പോയാലോ. എങ്ങനെയാണ് പാറ്റേൺ ഓഫ് എക്സാം വരുന്നത് നമുക്കറിയാം. എന്താണ്, Tier 1 ഉണ്ട്, അതേപോലെ തന്നെ Tier 2 എക്സാം ഉണ്ട്. സോ Tier 1 എക്സാം എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. സോ Tier 1 എക്സാമിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? Tier 1 എക്സാം സെപ്റ്റംബർ ഒക്ടോബറിലാണ് വരാൻ പോകുന്നത് അല്ലേ. സോ Tier 1 എക്സാമിൽ എന്തൊക്കെയാണ്? ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആണ്. സോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25, മാക്സിമം മാർക്സ് 50. സോ ടോട്ടൽ എത്രയാണ്? 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 ചോദ്യങ്ങളാണ്. സമയം എത്രയാണ്? 100 ചോദ്യം ചെയ്യാൻ, പക്ഷേ നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. സോ വി ക്യാൻ ഓൺലി 60 മിനിറ്റ്സ്, 60 മിനിറ്റ് മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ മാർക്സ് എത്രയാണ്? ഇറ്റ് ഈസ് ഔട്ട് ഓഫ് 200, 200-ലാണ് നമുക്ക് മാർക്സ് വരുന്നത്. ചോദ്യങ്ങൾ എത്രയാണ്? 100 ചോദ്യങ്ങൾ വരുന്നത്. ആൻഡ് രണ്ട് ലാംഗ്വേജസിൽ മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നത്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. അപ്പം നമ്മളെ സ്വന്തം ഭാഷയിൽ എഴുതാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് SSC CGയിലില്ല. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നത്. നെഗറ്റീവ് മാർക്സ് ശ്രദ്ധിക്കുക, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, 0.50. ഇനി Tier 1 ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് Tier 2 എക്സാം വരുന്നത്. Tier 1 ശ്രദ്ധിക്കുക, Tier 1 ക്വാളിഫയിങ് മാത്രമാണ്. മെറിറ്റ് ലിസ്റ്റിൽ, ഫൈനൽ ലിസ്റ്റിൽ Tier 1-ൻ്റെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. Tier 2-ലേക്കുള്ള ഒരു എൻട്രി എക്സാം മാത്രമാണ് Tier 1 എന്ന് പറയുന്നത്. Tier 2 കുറച്ചും കൂടി വിപുലമായിട്ടുള്ളൊരു എക്സാമാണ്. ബിക്കോസ് നമുക്ക് സെഷൻ 1 ഉണ്ട്, സെഷൻ 2 ഉണ്ട്. സോ സെഷൻ 1, പേപ്പർ 1-ലെ സെഷൻ 1 എന്ന് പറയുന്നത് 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മൊഡ്യൂൾ 1 ഉണ്ട്. സോ ആദ്യത്തെ പേപ്പറിൽ എന്താ വരുന്നത്? പേപ്പർ 1-ൽ എന്താ വരുന്നത്? മാത്സും റീസണിങ്ങുമാണ് വരുന്നത്. 30 വീതം ചോദ്യമാണ്. സോ ദാറ്റ് മീൻസ് 60 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 60 ക്വസ്റ്റ്യൻസിന് ഓരോ ചോദ്യത്തിനും 3 മാർക്കാണ് വരുന്നത്, ഓരോ ചോദ്യത്തിനും. സോ ടോട്ടൽ 180 മാർക്സ് ആണ് വരുന്നത്. ആൻഡ് സെഷൻ എത്രയാണ്? 1 മണിക്കൂർ. സോ 60 ചോദ്യം 1 മണിക്കൂറാണ്. സമയം അത്യാവശ്യം സമയമുണ്ട്. ആൻഡ് സെക്ഷൻ 2-ൽ എന്താ വരുന്നത്? സെക്ഷൻ 2-ൽ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സുമാണ്. ചോദ്യത്തിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ്. കാരണം ഇംഗ്ലീഷ് 45 ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൽ വരുന്നത്. ആൻഡ് റീസണിങ് 25 ചോദ്യം. സോ ടോട്ടലി 70 ആൻഡ് 70 × 3 210 മാർക്സ്. അതായത് ഓരോ ചോദ്യത്തിനും 3 മാർക്കാണ്, 210 മാർക്കാണ്. ആദ്യം എത്രയാണ്? 180. ആൻഡ് സെക്ഷൻ 2-ൽ എത്രയാണ്? 210. ഇനി ഇതിൻ്റെ കൂടെ തന്നെ എഴുതാനുള്ള മറ്റൊരു പേപ്പർ സെക്ഷൻ 3-ലെ മൊഡ്യൂൾ 1 ആണ്, കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂളാണ്. സോ കമ്പ്യൂട്ടർ അവയർനെസ്സിലെ ചോദ്യങ്ങളുണ്ട്. 20 ചോദ്യങ്ങളാണ്, ഓരോ ചോദ്യത്തിനും വീണ്ടും 3 മാർക്കാണ്. സോ 60
മാർക്സാണ് വരുന്നത്. ഇത് നമുക്ക് സമയം കിട്ടുന്നത് 15 മിനിറ്റാണ്. ഇത് ക്വാളിഫയിങ് മാത്രമാണ്. പക്ഷെ അവർ തീരുമാനിക്കും അത് എത്രയാണ്, ഏതാണ് കട്ട് ഓഫ് എന്നുള്ളത് അവർ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പഠിക്കുക. മാക്സിമം മാർക്സ് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം. ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് പഠിച്ചിട്ട് പോകരുത്. അവരുടെ കട്ട് ഓഫ് അവർ തീരുമാനിക്കും, എല്ലാവരും എഴുതിയതിനനുസരിച്ച്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഒരേ ദിവസം തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് വരുന്നത്. അപ്പോൾ അതായത് ഇപ്പോഴേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങണം. ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് നമുക്ക് ടൈപ്പിങ്ങിൽ നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. സോ ഒരു ടാസ്ക് മാത്രമേ തരുന്നുള്ളൂ. ആൻഡ് നമുക്ക് കിട്ടുന്ന സമയം എത്രയാണ്, വീണ്ടും 15 മിനിറ്റ്സ് ആണ്, 15 മിനിറ്റാണ് നമുക്ക് കിട്ടുന്ന സമയം ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റിന്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നോട്ട് ദ വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളതല്ല. നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുകൊണ്ട് ഉപയോഗം വരുന്നത്. സോ ഇത് പഠിക്കുന്ന ഒപ്പം തന്നെ ഇതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കണം. കാരണം ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് Tier 2 ഉണ്ട്. സോ ഡിസംബർ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇനി JSO അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് രണ്ടാമതൊരു പേപ്പറും കൂടി വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ഈ JSO അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ, അത് അപ്ലൈ ചെയ്തവർക്ക് മാത്രമേ അത് വരുന്നുള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് ഈ പറയുന്ന മുകളിലുള്ള ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷും മാത്സും GK റീസണിങ് കമ്പ്യൂട്ടർ അവയർനെസ്സും ടെസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. JSO അപ്ലൈ ചെയ്തവർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. ഇനി സപ്പോസ് നമ്മൾ JSO അപ്ലൈ ചെയ്തു, സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ എഴുതാൻ താല്പര്യപ്പെടുന്നില്ല, ഈ മുകളിലത്തെ പേപ്പർ മാത്രമേ എഴുതാൻ താല്പര്യപ്പെടുന്നുള്ളൂ എങ്കിൽ അത് മതി. സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതണം നിർബന്ധമില്ല. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്തോ, എഴുതണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ. സോ Tier 2 ശ്രദ്ധിക്കുക. Tier 2 പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. സെപ്പറേറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, സെപ്പറേറ്റ് ഡേയ്സ് ആയിരിക്കും. ഒരു സെഷനിൽ തന്നെ ചിലപ്പം ഇതെല്ലാം തീരും, ഒറ്റ സെഷനിലായിരിക്കും ഇത് തീരുന്നത്. പേപ്പർ 1 കമ്പൽസറി ഫോർ ഓൾ പോസ്റ്റ്. ആൻഡ് പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പേപ്പർ 1 എല്ലാവർക്കും കമ്പൽസറിയാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് എന്താണ്, JSOയ്ക്കും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2നും മാത്രമാണ് വരുന്നത്. പേപ്പർ 1 എഴുതിയിട്ട് അതേ ദിവസം പേപ്പർ 2 എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സമയമില്ല, ഒരുപാട് സമയം, രാവിലെ 1 മണിക്കൂർ പിന്നെ വീണ്ടും 1 മണിക്കൂർ, ഒരുപാട് സമയം നമുക്ക് പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ദ വെരി നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസമായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പേപ്പർ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓൾറെഡി പറഞ്ഞു, അതായത് Tier 2ൻ്റെ മാർക്സിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് മെറിറ്റ് ലിസ്റ്റ് തീരുമാനിക്കുന്നത്. സോ Tier 2ലാണ് മാക്സിമം കോമ്പറ്റീഷൻ വരുന്നത്. Tier 1 ഒരു കട്ട് ഓഫ് പറയുന്നത് 138 ആയിരിക്കാം, 140 ആയിരിക്കാം. ആ കട്ട് ഓഫ് ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ ചെയ്യേണ്ടത്. പക്ഷേ Tier 2ലാണ് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യേണ്ടത്. അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റോ നമ്മൾ ഓർഗനൈസേഷനോ ഏതാണെന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടുന്നത്. ആ പ്രിഫറൻസ്, ആ ഒരു മാർക്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ പോസ്റ്റ് തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യം തന്നെ ഓർക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോമാണ് 24 ജൂലൈ വരെ വെയിറ്റ് ചെയ്യരുത്. നമ്മളെ മനസ്സിൽ 24-ന് മുമ്പാണ് നമ്മളെ കട്ട് ഡേറ്റ് എന്നുള്ളത് ഓർക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് ഇപ്പോഴേ തന്നെ എടുത്തു വയ്ക്കുക. റിലാക്സേഷൻ ക്ലെയിം ചെയ്തതാണെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഇപ്പോഴേ തന്നെ എടുത്തു വയ്ക്കുക. ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. അതേപോലെ തന്നെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മളൊന്ന് തീരുമാനമാക്കുക, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ആൻഡ് ആപ്ലിക്കേഷൻ ഫോം എത്രയും നേരത്തെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് ഫീ പോകുന്നില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഫീ പോകുന്നത്, പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫീ പോകുന്നത്. അപ്പം ഇതിനൊക്കെയുള്ളൊരു ഗ്യാപ്പ്, ഒരു ടൈം നമ്മൾ കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഗവൺമെൻറ് വെബ്സൈറ്റാണ്, എപ്പോൾ വേണമെങ്കിലും ഡൗൺ ആവാം. ഒരുപാട് പേര് ഒരുമിച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത്. ആൻഡ് ദെൻ ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ വെരി ഇമ്പോർട്ടൻറ്റ്, ക്ലിയർ ആയിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യുക. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്